എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 128/2024. അപ്പോൾ PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ചോദ്യപേപ്പർ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിലാദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡറിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 4ഉം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഡച്ച് ഗവർണറായിരുന്ന വാൻഡറിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായത്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 കേരളത്തിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരും ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലായിരുന്നു അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ സി അമരാവതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥമെഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉം. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. അഗ്നിസാക്ഷി പ്രശസ്ത എഴുത്തുകാരി ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവലാണ്. അബ്ദുൽ കലാമിൻ്റെ പ്രശസ്തമായ ആത്മകഥ അഗ്നിച്ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ഡി VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് K രാജൻ. അഡ്വക്കേറ്റ് രാജനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. പ്രസ്താവന 1 സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി പ്രസ്താവന 2 മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്ന പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന. സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കുറയുമ്പോഴാണ് മർദ്ദവ്യത്യാസം കൂടുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. തീവ്ര ഉപജീവന കൃഷി രീതിയാണ് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രത്തിൽ
ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? ഓപ്ഷൻ സി മസ്കറീൻ ഹൈ. മസ്കറീൻ ഹൈ മൺസൂൺ കാലത്ത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഡഗാസ്കറിന് സമീപം രൂപപ്പെടുന്ന ശക്തമായ ഒരു ഉച്ചമർദ്ദ മേഖലയാണ്. ഈ മേഖലയിൽ നിന്നുള്ള കാറ്റാണ് വടക്കോട്ട് നീങ്ങി കോറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി ഇന്ത്യയിലേക്ക് വീശുന്നത്. ഇതിൻ്റെ ശക്തി കൂടുന്നത് ഇന്ത്യയിൽ മികച്ച മഴ ലഭിക്കാൻ സഹായകരമാകുന്നുണ്ട്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം പശ്ചിമഘട്ടമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയിൽ രൂപം കൊണ്ടത് ഇവയൊന്നുമല്ല. തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇവയൊന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി CS മീനാക്ഷി. CS മീനാക്ഷിയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിളവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. എല്ലാം തന്നെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1950. 1950 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. WTO നിലവിൽ വന്ന വർഷം? WTO നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1995. 1995 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്? ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ എ IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് എല്ലാം തന്നെ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. 2022-2023 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? 2022-2023 കേന്ദ്ര ബഡ്ജറ്റ്
അവതരിപ്പിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 20ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഓൺലി 1 ആൻഡ് 2. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയും പാർലമെൻ്ററി ഭരണരീതിയും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 1. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. 1ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന 1, 2, 3 പ്രസ്താവനകൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ആണ്. 24ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് 2. ഏക പൗരത്വ നിയമം, ഏകീകൃത സിവിൽ കോഡ്, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്നത് പ്രധാനമായും ഭരണഘടനയുടെ ആമുഖത്തിലും പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളിലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? രാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 2 ആൻഡ് 3. ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി 1 ആൻഡ് 2. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ ശരിയായതാണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്.
ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 73-ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 74-ാം ഭേദഗതിയിലൂടെ നഗരപരിപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഓൺലി 2 ആൻഡ് 3. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചെയർപേഴ്സൺ ശ്രീമതി സതീ ദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് 2. 1-2 പ്രസ്താവനകളാണ് ശരിയായത്. ചെയർപേഴ്സൺ ശ്രീമതി സതീ ദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് 3. 1-ാമത്തെയും 3-ാമത്തെയും പ്രസ്താവനകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത്. എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന 1, 2, 3 പ്രസ്താവനകൾ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ. കാറ്റലിൻ കാരിക്കോയാണ് കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത്. കാറ്റലിൻ കാരിക്കോവിനും ഡ്രൂ വെയ്സ്മാനുമായിരുന്നു 2023 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കുനുമാണ്. 2025 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് മേരി ഇ ബ്രങ്കോവ്, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൻ സാക്കാഗുച്ചി എന്നിവർക്കാണ്. അടുത്ത ചോദ്യം, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഓപ്ഷൻ സി കുനോ ദേശീയോദ്യാനം. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ കുനോ ദേശീയോദ്യാനത്തിലായിരുന്നു പുനരധിവസിപ്പിച്ചത്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ പാരാതെർമോൺ, തൈമോസിൻ തൈറോക്സിൻ, സിംപത്തറ്റിക് പാരാസിംപത്തറ്റിക്. തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി തൈമോസിൻ തൈറോക്സിൻ. ഇവ തമ്മിൽ ഇത്തരത്തിൽ
ഇത്തരത്തിൽ നേരിട്ടുള്ള വിരുദ്ധ പ്രവർത്തനമില്ല. തൈമോസിൻ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തൈറോക്സിൻ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ഇവ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്നവയാണ്. ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കഗോൺ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാൽസിറ്റോണിൻ, പാരാതെർമോൺ കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ പാരാതെർമോൺ അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക് ഇവ സ്വതന്ത്ര നാഡീവ്യൂഹത്തിൻ്റെ ഭാഗമായതും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുമായ രണ്ട് വ്യൂഹങ്ങളാണ്. ഉദാഹരണത്തിന് ഹൃദയമിടിപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ ഡി, ഹൃദയാഘാതം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ജീവകം B3 അഥവാ നിയാസിൻ ശരീരത്തിൽ കുറയുന്നത് പെല്ലാഗ്ര എന്ന രോഗത്തിന് കാരണമാകുന്നു എന്ന പ്രസ്താവനയാണ് ശരിയായത്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഫാറ്റ് സോലബിൾ വിറ്റാമിൻസ് എ, ഡി, ഇ, കെ എന്നിവയാണ്. ജീവകം സി വെള്ളത്തിൽ ലയിക്കുന്നതാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്കും ബലത്തിനും സഹായിക്കുന്നത് ജീവകം ഡി ആണ്. ജീവകം എ കാഴ്ചശക്തിക്കാണ് പ്രധാനമായും സഹായിക്കുന്നത്. സ്കർവി ഉണ്ടാകുന്നത് ജീവകം സിയുടെ കുറവ് മൂലമാണ്. ജീവകം കെയുടെ കുറവ് രക്തം കട്ടപിടിക്കുന്നതിനെയാണ് ബാധിക്കുന്നത്. അടുത്ത ചോദ്യം, മന്ദുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? മന്ദുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഓപ്ഷൻ എ, ഫൈലേറിയൽ വിര. മന്ദുരോഗം ഉണ്ടാക്കുന്ന രോഗാണുവാണ് ഫൈലേറിയൽ വിര. എൻസൈമുകളില്ലാത്ത ദഹനരസം. എൻസൈമുകളില്ലാത്ത ദഹനരസമാണ് ഓപ്ഷൻ ഡി, പിത്തരസം. പിത്തരസമാണ് എൻസൈമുകളില്ലാത്ത ദഹനരസം. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ, പ്രകാശവർഷം, കാൻഡില. തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി 1, 2 മാത്രം. മീറ്റർ, പ്രകാശവർഷം എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ്. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം ഓപ്ഷൻ സി, പ്രകാശ പ്രകീർണനം. പ്രകാശ പ്രകീർണനം മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? ഓപ്ഷൻ എ 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് ഓപ്ഷൻ ഡി, PSLV C-57. PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേര് ഓപ്ഷൻ ബി, പ്രഗ്യാൻ. പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവർ. എന്താണ് കേവലപൂജ്യം ഊഷ്മാവ്? എന്താണ് കേവലപൂജ്യം ഊഷ്മാവ്? ഓപ്ഷൻ സി, -273°C. -273°C ആണ് കേവലപൂജ്യം ഊഷ്മാവ്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് ഓപ്ഷൻ ബി, പ്രാതിനിധ്യ മൂലകങ്ങൾ. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വമാണ് ഓപ്ഷൻ ബി, കാർബൺ നാനോബഡുകൾ. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വമാണ് കാർബൺ നാനോബഡുകൾ.
ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? തന്നിരിക്കുന്നവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ മോങ്കി ജി ബാവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സിയോ മുക്കാവോ എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്നിവർക്കാണ്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവർക്കാണ്. അടുത്ത ചോദ്യം, ഉചിതമായത് ചേർത്തെഴുതുക. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകന്നേ വരൂ. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. പി രാമചന്ദ്രൻ, OP സുരേഷ്, KR ടോണി, റഫീഖ് അഹമ്മദ്, അൻവർ അലി. ഉചിതമായത് ചേർത്തെഴുതുക. ഓപ്ഷൻ ഡി 1, 3, 2, 1, 3, 5, 4, 2. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകന്നേ വരൂ. KR ടോണി. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. PP രാമചന്ദ്രൻ. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. അൻവർ അലി. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. OP സുരേഷ്. ഇങ്ങനെയാണ് ഉചിതമായത് ചേർത്തെഴുതുമ്പോൾ വരുന്നത്. ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ 1, 3 ശരി. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ലെഗ് ബൈ, കാസ്ലിംഗ്, പിഞ്ചിങ്, സ്റ്റേൽമേറ്റ്. തന്നിരിക്കുന്നവയിൽ ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2, 4 ശരി. കാസ്ലിംഗ്, സ്റ്റേൽമേറ്റ് എന്നിവയാണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപമാണ് ഓപ്ഷൻ ബി മുടിയേറ്റ്. മുടിയേറ്റാണ് കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. കാലക്രമമനുസരിച്ച് എഴുതുക. പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമതാരക, കേരളമിത്രം. കാലക്രമമനുസരിച്ച് എഴുതുക. ഓപ്ഷൻ സി രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്രം. ഇങ്ങനെയാണ് കാലക്രമമനുസരിച്ച് എഴുതുമ്പോൾ വരുന്നത്. രാജ്യസമാചാരം 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നും ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ഈ പത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. പശ്ചിമോദയം 1847 രാജ്യസമാചാരം ആരംഭിച്ച് മാസങ്ങൾക്കുള്ളിൽ ഹെർമൻ ഗുണ്ടർട്ട് തന്നെ ആരംഭിച്ച രണ്ടാമത്തെ പത്രമാണിത്. പശ്ചിമതാരക 1860 കൊച്ചിയിൽ നിന്നും ആരംഭിച്ച പത്രമാണ്. കേരളമിത്രം 1881 കൊച്ചിയിൽ നിന്നും ദേവ്ജി ഭീംജി ആരംഭിച്ച പത്രമാണ്. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ആവിഷ്കരിച്ച പദ്ധതി കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതി. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം.
മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. ചേരുംപടി ചേർക്കുക. കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി, പത്മശ്രീ. ഓംചേരി NN പിള്ള, വൈക്കം വിജയലക്ഷ്മി, ചെറുവയൽ രാമൻ, MT വാസുദേവൻ നായർ, KR മീര. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി 12, 21, 34, 43. കേരളശ്രീ, വൈക്കം വിജയലക്ഷ്മി, കേരളപ്രഭ, ഓംചേരി NN പിള്ള, കേരള ജ്യോതി MT വാസുദേവൻ നായർ, പത്മശ്രീ ചെറുവയൽ രാമൻ. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതേത്? ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ്, മൈക്രോഫോൺ. തന്നിരിക്കുന്നവയിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി മൈക്രോഫോൺ. PDF-ൻ്റെ പൂർണ്ണരൂപം PDF-ൻ്റെ പൂർണ്ണരൂപമാണ് ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. 61-ാമത്തെ ചോദ്യം PS ഡെലിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? സഫാരി, കുക്കി, ടോക്കൺ, മൈക്രോ. വെബ് ബ്രൗസറിന് ഉദാഹരണം ഓപ്ഷൻ എ സഫാരി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനമാണ് ഓപ്ഷൻ ബി ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഓപ്ഷൻ എ വോയറിസം. വോയറിസം ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നതിൽ പെടുന്ന കുറ്റകൃത്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 50 ലക്ഷം രൂപ. 66-ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഓപ്ഷൻ ബി 5. ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയായതാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം എന്താണ്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, കോർപ്പറേറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, മുകളിൽ പറയുന്നവ എല്ലാം വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഓപ്ഷൻ എ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. 81-ാമത്തെ ചോദ്യം PS ഡെലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്. ചൂസ് ദ കറക്റ്റ് punctuation for the following sentence. Option A. She opened the door and exclaimed, comma, what a surprise, and an exclamation mark within inverted comma. Select the sentence that uses the correct form of the verb to be in the past tense. Select the sentence that uses the correct form of the verb to be in the past tense. Option D. We were all very tired after the long hike yesterday. Identify the sentence with the correct use of a modal verb. Identify the sentence with the correct use of a modal verb. Option D. We should bring an umbrella in case of rain. 85-ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, which of the following words is a synonym for abundant? Synonym for abundant. Option B.
പ്ലെൻറ്റിഫുൾ. 87ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് എ വേർഡ് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഓപ്ഷൻ എ discordant. Select the word that is most similar in meaning to ephemeral. Select the word that most similar in meaning to ephemeral. Option B temporary. Find the one word for the expression craze for flowers. Craze for flowers. One word. Option A ഫ്ലോറിമാനിയ. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഓപ്ഷൻ ഡി. ഭാഗികം വിപരീത പദം ഏതാണ്? ഭാഗികം വിപരീത പദം. ഓപ്ഷൻ ബി സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം. ഓപ്ഷൻ ഡി പിപാസു. നീഹാരം പര്യായപദം ഏത്? നീഹാരം പര്യായപദം. ഓപ്ഷൻ എ മഞ്ഞ്. 95ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രൊസീഡിങ്സ് മലയാള പരിഭാഷ. ഓപ്ഷൻ ഡി നടപടിക്രമം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. വാക്ക് പ്ലസ് മയം. ഓപ്ഷൻ സി വാങ്മയം. അവൻ പിരിച്ചെഴുതുക. അവൻ പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ഡി ആ പ്ലസ് അൻ. പൂജക ബഹുവചനമേത്? വേലക്കാർ, മിടുക്കർ, ജനങ്ങൾ, ആചാര്യർ. തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏതാണ്? ഓപ്ഷൻ ഡി ആചാര്യർ. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.